ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വക്രതുണ്ഡമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വീണാധര പ്രമുഖ സർവമുനി പ്രസേവ്യാം ശൂണാധരാം മൃദുലഗാത്രധരാം സുവേണീം വീണാവസൽക്കരതലാം വിലസൽ കിരീടാം വാണീം നമാമി സതതം വചസാ വിഭൂതി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിപ്രധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാ ശിവം. സംഹാരമൂർത്തിം ഹരമന്ധകാരിം വൃഷംഭൂര്യം കൈലാസവാസം പരമേശ്വരം തം നിത്യം നമാമി പ്രണവസ്വരൂപം. വന്ദേ ശംഭുമാപദീം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്ക വന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ചവരദം വന്ദേ ശിവം ശങ്കരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നയനം ഗളദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധായ ഗിരാ പുളകൈർനിജിതം കഥാവബുധവനാമഗ്രഹണേ ഭവിഷ്യതി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമഃ ശിവായ. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഈ മഹാക്ഷേത്രത്തിൽ എത്തുന്നതിനും ഇവിടെ ശിവരാത്രി മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നതിനും അവസരം ലഭിച്ചതിന് ആദ്യമായി ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ മഹേശ്വരനോടും ശ്രീ പാർവതി ദേവിയോടും എൻ്റെ നന്ദിയും അതുപോലെ കോടി പ്രണാമങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ഷേത്രത്തിലെത്തുവാനും ഇവിടെ ഒരു പ്രഭാഷണം നടത്തുന്നതിനും അവസരം നൽകിയ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പ്രഭാഷണം സ്പോൺസർ ചെയ്ത കുമ്മൽ ദ്വാരകാമന്ദിരത്തിൽ ശ്രീ ഗോപകുമാർ, ഈ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കുമ്മൾ കരയോഗത്തിന്റെ സെക്രട്ടറിയുമായ ശ്രീ സുരേന്ദ്രൻ നായർ, ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമുണ്ട്.
ഒന്നിച്ച് അധ്യാപന രംഗത്ത് ഉണ്ടായിരുന്നവരാണ് ഞാനും ശ്രീ സുരേന്ദ്ര സാറ്, സുരേന്ദ്ര സാർ. അതുപോലെ തന്നെ ഈ പ്രഭാഷണം ശ്രവിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഭക്തജനങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ശിവരാത്രി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുന്ന ഒരു മഹോത്സവമാണ്. ശിവനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 2 ആഘോഷങ്ങളാണുള്ളത്. ശിവരാത്രിയും അതിൽ തന്നെ മഹാശിവരാത്രിയും പ്രദോഷവും. രണ്ടും ശിവഭക്തര് വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന, കൊണ്ടാടുന്ന ഉത്സവങ്ങളാണ്. പ്രദോഷം നമുക്കറിയാം. പ്രദോഷം ശിവഭക്തരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാഘോഷമാണ് പ്രദോഷം. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് 3:45 നാഴിക മുൻപും സൂര്യാസ്തമയത്തിന് ശേഷം 3:45 നാഴികയും ത്രയോദശി എന്ന തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായിട്ട് ആഘോഷിക്കുന്നത്, പ്രദോഷമായിട്ട് കൊണ്ടാടുന്നത്. ശിവന് ഏറ്റവും പ്രിയങ്കരമാണ് പ്രദോഷം. കാരണം അന്ന് പാർവതീ ദേവിക്ക് വേണ്ടി മാത്രമായിട്ട് പരമശിവൻ നൃത്തമാടുന്ന ദിവസമാണ്. ആ നൃത്തം കാണുവാൻ ദേവഗണങ്ങൾ ഒന്നാകെ 33 കോടി ദേവഗണങ്ങളും കൈലാസത്തിൽ എത്തിച്ചേരും പ്രദോഷത്തിന്. ശിവന്റെ നൃത്തം കാണുവാൻ, പാർവതീ ദേവിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ആ നൃത്തം കാണുവാനായിട്ട് ആകാശമാർഗത്തിൽ ദേവന്മാരെല്ലാം അറിയാം. അപ്പൊ അങ്ങനെയുള്ള പ്രദോഷം. അത് കഴിഞ്ഞാൽ പിന്നീട് ശിവരാത്രി. ശിവരാത്രി തന്നെ സാധാരണ ശിവരാത്രിയും മഹാശിവരാത്രിയും ഉണ്ട്. സാധാരണ ശിവരാത്രി എന്ന് പറയുമ്പോൾ എല്ലാ മാസങ്ങളിലും ശിവരാത്രി വരും. ചതുർദശി എന്ന് പറയുന്ന തിഥി, ചതുർദശി എന്ന് പറയുമ്പോൾ 14ാമത്തെ തിഥി, അമാവാസിയോ പൗർണമിയോ കഴിഞ്ഞതിന് ശേഷം വരുന്ന 14ാമത്തെ തിഥിയാണ് ചതുർദശി എന്ന് പറയുന്നത്. അർദ്ധരാത്രിയിൽ ചതുർദശി വരുന്ന ആ ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ഇനി മഹാശിവരാത്രി എന്ന് പറയുന്നത് കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയാണ്. മാഘമാസത്തിൽ, നമ്മുടെ കുംഭമാസം, ആ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയാണ് മഹാശിവരാത്രി. മഹാശിവരാത്രി ഭാരതത്തിൽ എല്ലായിടത്തും ശിവക്ഷേത്രങ്ങളിൽ ശിവഭക്തരാഘോഷിക്കുന്ന ഉത്സവമാണ്. മഹാഭാഗവതം 8ാമസ്കന്ധത്തിൽ 8ാമത്തെ സ്കന്ധം, അതായത് അഷ്ടമസ്കന്ധത്തിൽ പാലാഴി മഥനം, കുർമാവതാരം എന്നീ അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു കഥാഭാഗമാണ് ശിവരാത്രിക്ക് ആസ്പദമായിട്ടുള്ളത്. പാലാഴി മഥനം കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ശിവരാത്രിക്കുള്ളത്. അതുപോലെ തന്നെ ശിവപുരാണത്തിൽ 18 പുരാണങ്ങളുള്ളതിൽ ശിവപുരാണം ഏറ്റവും ശ്രേഷ്ഠമായ ശിവപുരാണത്തിൽ ശിവരാത്രിയെക്കുറിച്ച് മറ്റൊരു കഥയും പറയുന്നുണ്ട്. ഭാഗവതത്തിൽ മഹാഭാഗവതത്തിൽ പാലാഴി മഥനവും കൂർമാവതാരവും എന്നീ അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം അറിയാമെന്നുള്ളതാണ്. പാലാഴി മഥനം കഥയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പാലാഴി മഥനം കഥ. പരമശിവൻ ലോക നന്മയ്ക്കായിട്ട് കാലാഹലമെന്ന കാളകൂട വിഷം പാനം ചെയ്ത ആ ദിവസം, ആ രാത്രി, അതാണ് ശിവരാത്രി. പാലാഴി കടഞ്ഞു. അറിയാമല്ലോ, കാരണമെന്ന് പറയുന്നത്
ദുർവാസാവ് മഹർഷിയുടെ ശാപമാണതിന് കാരണം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി, ക്ഷിപ്രകോപിയാണ് ദുർവാസാവ് മഹർഷി, പെട്ടെന്ന് കോപിക്കും. നമ്മളൊരു 99 നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നാൽ ബാക്കി എല്ലാം മറന്നിട്ട് അദ്ദേഹം ശപിക്കും. അങ്ങനെയുള്ള ക്ഷിപ്രകോപിയാണ് ദുർവാസാവ് മഹർഷി. ഒരിക്കൽ ദുർവാസാവ് മഹർഷിക്ക് അപ്സരസ്സുകൾ ഒരു പൂമാല, മന്ദാര പുഷ്പങ്ങളാൽ നിർമ്മിതമായ ഒരു പൂമാല സമ്മാനിച്ചു. പറഞ്ഞു, മഹർഷി, ഈ മാല പങ്കുവെക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അങ്ങേക്ക് തന്നത്. ഇത് വിഭജിക്കാൻ പാടില്ല, അങ്ങേക്ക് ഇത് മറ്റാർക്കെങ്കിലും കൊടുക്കാം, പക്ഷേ ഇത് വിഭജിക്കുവാൻ പാടില്ല, മുറിക്കുവാൻ പാടില്ല. അങ്ങേക്ക് വേണ്ടെങ്കിൽ ഇത് മറ്റാർക്കെങ്കിലും അങ്ങേക്ക് നൽകാം. ദുർവാസാവ് മഹർഷി ആലോചിച്ചത് ആർക്കാണ് നൽകുന്നത്? ആദ്യം അദ്ദേഹം ചിന്തിച്ചത് മഹാവിഷ്ണുവിന് ഈ പൂമാല നൽകാമെന്നാണ്. പക്ഷെ മഹാവിഷ്ണുവിനെ പൂമാല നൽകിയാൽ മഹാവിഷ്ണു തന്റെ പത്നിമാരായ ലക്ഷ്മീദേവിക്കും ഭൂമിദേവിക്കുമായിട്ട്, ഭൂമിദേവി മഹാവിഷ്ണുവിന്റെ ഭാര്യയാണ്, പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്, ഭൂമിദേവിക്കും മഹാലക്ഷ്മിക്കുമായിട്ട് ഈ മാല പങ്കുവെച്ച് കൊടുക്കുക. പങ്കുവെക്കരുതെന്നാണ് അപ്സരസുകൾ പറഞ്ഞത്. അപ്പൊ മഹാവിഷ്ണുവിന് കൊടുക്കുവാൻ നിർവാഹമില്ല. പിന്നീട് ആലോചിച്ചു, പരമശിവന് നൽകാം. പരമശിവൻ, നമുക്കറിയാമല്ലോ, പരമശിവന് പാർവതീദേവി തപസ് ചെയ്ത്, അനേക ജന്മങ്ങളിൽ തപസ് ചെയ്തതിന് ശേഷം പാർവതീദേവിക്ക് പതിയായി ലഭിച്ച ആളാണ് പരമശിവൻ. പാർവതീദേവിക്ക് മാല നൽകും പരമശിവൻ. പക്ഷെ അപ്പോൾ ശിരസിലിരിക്കുന്ന പാർവതിയുടെ സഹോദരിയായ ഗംഗ ഈ മാലയുടെ ഒരു ഭാഗം ആവശ്യപ്പെടും, കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവിടെയും പങ്കുവയ്ക്കും കൊടുക്കാൻ നിർവാഹമില്ല. അങ്ങനെ പൂമാല ആർക്ക് നൽകണമെന്നിങ്ങനെ ആലോചിച്ച് ദുർവാസാവ് സഞ്ചരിക്കുന്ന അവസരത്തിലാണ് ഐരാവതത്തിന്റെ പുറത്തേറി, 4 കൊമ്പുള്ള വെളുത്താനയാണ് ഐരാവതം, അതിന്റെ പുറത്ത് കയറി ദേവേന്ദ്രൻ വരുന്നത് കണ്ടു. ദേവേന്ദ്രൻ ദുർവാസാവ് മഹർഷിയെ കണ്ടതോടുകൂടി നിലത്തിറങ്ങി, ഭൂമിയിലിറങ്ങി ദുർവാസാവിനെ വന്ദിച്ചു. ദുർവാസാവ് ചിന്തിച്ചു, ഇദ്ദേഹത്തിന് തന്നെ ദേവന്മാരുടെ രാജാവാണ്, ദേവേന്ദ്രന് തന്നെ ഈ പൂമാല നൽകാം. ദേവേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പൂമാല നൽകി. ദേവേന്ദ്രന് സന്തോഷമായി. പൂമാല തന്റെ ശിരസിലണിയുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ തന്റെ ആ ജഡമൊന്ന് അഴിച്ചു കെട്ടി ഭംഗിയാക്കി വെച്ചിട്ട് പൂമാല അണിയുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ കൊമ്പിന്മേൽ ഈ പൂമാലയൊന്ന് ഉടക്കി വെച്ചു. എന്നിട്ട് തന്റെ മുടി ഒന്ന് ഭംഗിയായി കെട്ടിവെച്ചുകൊണ്ട് നിന്നു. ഈ സമയം മന്ദാര പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച പൂമാലയാൽ ഒരിക്കലും പാടില്ല, സദാസമയം അതിലിങ്ങനെ തേനൊലിച്ചുകൊണ്ടിരിക്കും. തേനിന്റെ സുഗന്ധത്തിൽ ആകൃഷ്ടരായിട്ട് വണ്ടുകൾ വന്ന് ഐരാവതത്തിന് ചുറ്റിലും പറക്കുവാൻ തുടങ്ങി. ഐരാവതത്തിന്റെ തുമ്പിക്കൈയിലും ഒക്കെ വണ്ടുകൾ ഇങ്ങനെ കയറിക്കൂടി. അവസാനം സഖികെട്ട് ഐരാവതം ഈ പൂമാല വലിച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ച് എടുത്തു കളഞ്ഞു. വണ്ടിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ. പക്ഷെ ദേവേന്ദ്രൻ ഇത് അറിഞ്ഞില്ല. അദ്ദേഹം തന്നെ മുടി ഭംഗിയാക്കി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാല ചൂടുന്നതിന് വേണ്ടി. താൻ നൽകിയ പൂമാല തന്റെ മുന്നിൽ വെച്ച് തന്നെ ആനയെ കൊണ്ട് ചവിട്ടിയരപ്പിച്ച് കളഞ്ഞ് ആ ദേവേന്ദ്രനോട് അതിയായ കോപമുണ്ടായി. മറ്റൊന്നും ആലോചിച്ചില്ല. ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ശപിച്ചു. അല്ലയോ ദേവേന്ദ്ര, എന്നെ അപമാനിച്ച അങ്ങയുടെ വംശവും ദേവവംശമൊന്നാകെ ജരാനര ബാധിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കഴിയാൻ ഇടവരട്ടെ എന്ന് ശാപം നൽകി. ദേവന്മാർക്ക് ജലയില്ല, വാർദ്ധക്യം ഉണ്ടാകില്ല. ദേവന്മാർക്ക് ദേവലോകത്തിൽ സൂക്ഷിക്കുന്ന അമൃത് നിത്യവും പാനം ചെയ്യുന്നതിനാൽ ദേവന്മാർക്ക് ജരാനര ബാധിക്കില്ല. അവർക്ക് വാർദ്ധക്യമോ അവരുടെ മുടി ഇഴകൾ നരയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ അതൊക്കെ സംഭവിക്കട്ടെ എന്നാണ് ദുർവാസാവ് മഹർഷി ശപിച്ചത്. ശാപത്തിന്റെ ഫലമായിട്ട് ഈ 14 ലോകങ്ങളിലുമുള്ള സമസ്ത ഐശ്വര്യ വസ്തുക്കളും പാലാഴിയിൽ താണുപോയി. ഐരാവതം പാലാഴിയിൽ താണു, ഉച്ഛ്രേശ്വരസ് പാലാഴിയിൽ താണു. ദേവേന്ദ്രന്റെ കുതിരയാണ്, അത് താണുപോയി. 14
14 ലോകങ്ങളിലും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ പാലാഴിയിൽ താണുപോയി. മഹാലക്ഷ്മി, ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി പാലാഴിയിൽ താണു. എന്ന് വേണ്ട ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് ഈ ലോകങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പാലാഴിയിൽ താണുപോയി. അന്ധകാരമയമായി തീർന്ന സൂര്യചന്ദ്രന്മാർ പാലാഴിയിൽ ആണ്ടുപോയതോടുകൂടി പ്രപഞ്ചം മുഴുവനും അന്ധകാരത്തിലാണ്ട് ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. പ്രപഞ്ചം മുഴുവനും. അവസാനം ദേവന്മാർ ദേവേന്ദ്രനോടൊന്നിച്ച് ദുർവാസാവിന്റെ അടുക്കൽ ചെന്നിട്ട് ശാപമോക്ഷം ചോദിച്ചു. മഹർഷി, അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് ഈ ലോകങ്ങളെ എല്ലാം എന്തിനാണ് അങ്ങ് ശിക്ഷിച്ചിരിക്കുന്നത്? അങ്ങ് ശാപമോക്ഷം നൽകണം. ജരാനരയിൽ നിന്നും ഞങ്ങൾക്ക് ശാപമോക്ഷം നൽകണം. വീണ്ടും ഐശ്വര്യമുണ്ടാകണം പ്രപഞ്ചത്തിൽ. ദുർവാസാവ് മനുഷ്യ ശാപമോക്ഷം നൽകി. പാലാഴിയിൽ താണുപോയ അമൃത് പാലാഴി കടഞ്ഞ് അത് വീണ്ടെടുത്ത് ആ അമൃത് കൊണ്ടുവന്ന് അമൃത് വീണ്ടും പാനം ചെയ്താൽ ദേവന്മാർക്ക് ജരാനരയിൽ നിന്നും മോക്ഷം കിട്ടും. എന്റെ ശാപത്തിന് മോക്ഷമായി തീരും. അങ്ങനെ ആണ് പാലാഴി കടയുവാൻ ആരംഭിച്ചത്. ദേവന്മാരും അസുരന്മാരും കൂടെ ഇരുഭാഗങ്ങളിലായിട്ട് നിന്ന് പാലാഴി കടയുവാൻ 10 മന്ദരപർവ്വതത്തെയും അതിന് ചുറ്റുവാനുള്ള കയറായിട്ട് വാസുകി എന്ന സർപ്പശ്രേഷ്ഠനെയും കൊണ്ടുവന്ന് പാലാഴി കടയുവാൻ ആരംഭിച്ചത് മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ. വാസുകിയുടെ വാല് അറ്റം ആര് പിടിക്കണം, ശിരസ്സാര് പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പാമ്പിന്റെ വാലിൽ പിടിക്കുന്നതിനേക്കാൾ പ്രയാസമാണല്ലോ പാമ്പിന്റെ തലയിൽ പിടിക്കുന്നത്. ആദ്യം ദേവന്മാർ പാമ്പിന്റെ വാലിൽ ചെന്ന് പിടിച്ചാൽ അസുരന്മാർ അവിടെ വേണമെന്ന് പറഞ്ഞു. മഹാവിഷ്ണു ദേവന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് ആദ്യം ചെന്ന പാമ്പിന്റെ വാസുകിയുടെ വാലിന്റെ അഗ്രം വാലിന്റെ ഭാഗത്ത് ദേവന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ, ദേവന്മാർ ഈ ഭാഗത്ത് നിൽക്കട്ടെ. അസുരന്മാർ പറഞ്ഞു, മഹാവിഷ്ണുവേ, അങ്ങ് ദേവന്മാരുടെ പക്ഷപാതിയാണ്, അങ്ങയുടെ വേല മനസ്സിലിരിക്കട്ടെ. വാലിന്റെ ഭാഗമല്ല ദേവൻ മഹാവിഷ്ണു പാമ്പിന്റെ ശിരസിന്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത് ചെന്ന് ദേവന്മാരെയും കൊണ്ടുവന്ന് അവിടം പിടിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അസുരന്മാർ പറഞ്ഞു, അങ്ങയുടെ വേല മനസ്സിലിരിക്കട്ടെ. ശിരസ് ദേവന്മാർക്കും വാല് ഞങ്ങൾക്കും അല്ലേ, അത് നടക്കില്ല. അങ്ങ് ദേവന്മാരെ കൊണ്ട് പാമ്പിന്റെ വാസുകിയുടെ വാലറ്റം പിടിപ്പിക്കണം, ശിരസ് ഞങ്ങൾ പിടിച്ചുകൊണ്ട. സമ്മതിച്ചു. മഹാവിഷ്ണുവും ദേവന്മാരെ സമ്മതിച്ചു. അങ്ങനെ വാസുകിയുടെ ശിരസിന്റെ ഭാഗത്ത് അസുരന്മാരും അതിന്റെ വാലിന്റെ ഭാഗത്ത് ദേവന്മാരിൽ നിന്ന് പാലാഴി കടയുവാൻ ആരംഭിച്ചു. അനേകായിരം അസുരന്മാരും ആയിരക്കണക്കിന് ദേവന്മാരും ഇരുഭാഗങ്ങളിൽ നിന്ന് അനേക ദിവസങ്ങൾ ഇങ്ങനെ പാലാഴി കടയുവാൻ ആരംഭിച്ചു. കടഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഒരു ദിവസം വാസുകി ക്ഷീണിച്ച അവസ്ഥയായിട്ട് വാസുകി വിഷം വമിക്കുവാൻ തുടങ്ങി. ഏറ്റവും ശക്തിയുള്ള ഹലാഹലം എന്ന ആ കാളകൂട വിഷം വമിക്കുവാൻ തുടങ്ങി. ദേവന്മാരും അസുരന്മാരും എല്ലാവരും ഭയന്നു. മഹർഷിമാരുൾപ്പെടെ എല്ലാവരും ഭയന്നു. കാരണം ഈ വിഷം പാലാഴിയിൽ വീണാൽ പാലാഴി നശിക്കും. പിന്നീട് ഒരു കാലത്തും ദേവന്മാർക്ക് ശാപമോക്ഷം ലഭിക്കാതെ വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അങ്ങനെ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ പരമശിവ ഭഗവാന്റെ അടുക്കൽ സംഘമുണർത്തിച്ചു. പരമശിവൻ ദേവന്മാരുടെ സങ്കടം കേട്ടിട്ട് പരമശിവൻ ആ വിഷം തന്റെ കയ്യിലെടുത്ത് പാനം ചെയ്തു. ദേവസ്ത്രീയാണെങ്കിലും പരമശിവന്റെ ഭാര്യയാണെങ്കിലും ഒരു സാധാരണ സ്ത്രീയുടെ ചിന്ത ഉണ്ടായി പാർവതി ദേവിയുടെ മനസ്സിൽ.
തന്റെ ഭർത്താവ് ഭക്ഷിച്ച ആ പാനം ചെയ്ത കൊടും വിഷം അദ്ദേഹത്തിന്റെ ഉള്ളിലിറങ്ങിയാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചേക്കുമെന്ന് പാർവതീദേവി ഭയന്നു. പരമശിവൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ പെട്ടെന്ന് പാർവതി, ഒരു സാധാരണ സ്ത്രീയുടെ ചിന്തകൾ പാർവതിയുടെ മനസ്സിലുണ്ടായി. തന്റെ ഭർത്താവിന് ജീവനാശം ഉണ്ടാകും എന്ന് ഭയന്ന പാർവതി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചെന്ന ആ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ കഴുത്തിൽ തടവിക്കൊണ്ടിരുന്നു. തറകളിലൊക്കെ കഴുത്തിൽ ചെന്ന് പിടിച്ചുവെന്നും ഒക്കെയാണ്. ആ കഴുത്തിൽ, ആ ഗിളത്തിൽ ചെന്ന് തന്റെ ആ പൂക്കൾക്ക് തുല്യം മൃദുലമായ കൈകൾ കൊണ്ട് പാർവതീദേവി പരമശിവന്റെ ഗിള്ളം ആ കഴുത്ത് തലോടിക്കൊണ്ടിരുന്നു. ഈ വിഷം തിരിച്ച് പാലാഴിയിലേക്ക് വീഴുകയാണെങ്കിൽ പാലാഴി നശിക്കും. അതുകൊണ്ട് മഹാവിഷ്ണു ഇത് പാലാഴിയിൽ പതിക്കാതിരിക്കുവാൻ വേണ്ടി പരമശിവന്റെ ആ വദനത്തിൽ തന്റെ കൈകൊണ്ട് തടഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവനും പരമശിവനും പാർവതിയും ഇപ്രകാരം പാർവതി കഴുത്തിൽ തലോടിക്കൊണ്ട് മഹാവിഷ്ണു പരമശിവന്റെ വദനത്തിൽ തന്റെ കൈകൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ദിവസം ഒരു രാത്രി മുഴുവനും അങ്ങനെ കഴിഞ്ഞു. അപ്പോഴേക്കും ആ കൊടും വിഷം പരമശിവന്റെ കഴുത്തിൽ ഉറഞ്ഞ് അങ്ങനെ പരമശിവൻ നീലകണ്ഠനായി ഭവിച്ചു. അപ്പൊ ആ ദിവസമാണ്, അതായത് ലോകമംഗളത്തിന് വേണ്ടി, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്, ശിവരാത്രി മംഗളകരമായ രാത്രി എന്നാണ്. അപ്പൊ ലോകത്തെ രക്ഷിക്കുവാൻ, ലോകമംഗളത്തിന് വേണ്ടി, ലോകകാര്യാർത്ഥം പരമശിവൻ ആ വിഷം കളകൂടം പാനം ചെയ്ത ആ രാത്രിയാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നതെന്നാണ് മഹാഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ പറയുന്ന കഥ. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അതായത് ഒരിക്കൽ പ്രളയകാലമുണ്ടല്ലോ, ബ്രഹ്മാവിന്റെ ഒരു രാത്രിയാണ്, ബ്രഹ്മാവിന് ഉറങ്ങുവാനുള്ള സമയമാണ് ഒരു മഹാപ്രളയകാലം എന്ന് പറയുന്നത്. എന്റെ കണക്കെന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വർഷങ്ങളാണ്. കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കൃതയുഗം, ഇങ്ങനെ 4 യുഗങ്ങളുണ്ട്. ഭാഗവതത്തിൽ യുഗങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. യുഗവർണ്ണനയുണ്ട്, മന്വന്തര വർണ്ണനയുണ്ട്. ആ ഭാഗത്ത് പറയുന്നുണ്ട് 4,38,000 വർഷങ്ങളാണ്, മനുഷ്യ വർഷങ്ങളാണ് ഒരു കലിയുഗമെന്ന്. 2 കലിയുഗങ്ങൾ ചേരുന്ന അത്രയും വർഷമാണ് ഒരു ദ്വാപരയുഗത്തിന്. 3 കലിയുഗങ്ങൾ ചേരുന്ന അത്രയും വർഷമാണ് ഒരു ത്രേതായുഗത്തിന്. 4 കലിയുഗങ്ങൾ ചേരുന്ന അത്രയും വർഷമാണ് ഒരു സത്യയുഗത്തിന്, അല്ലെങ്കിൽ കൃതയുഗത്തിന്. ഇതിങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ യുഗം വീണ്ടും. നമ്മുടെ ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച വരുന്നത് പോലെ, കർക്കിടക മാസം കഴിഞ്ഞാൽ വീണ്ടും ചിങ്ങമാസം വരുന്നത് പോലെ ഈ യുഗങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള 71 യുഗങ്ങൾ ചേരുമ്പോൾ, ചതുർയുഗങ്ങൾ ചേരുമ്പോൾ, ഈ 4 യുഗങ്ങളിൽ വരുന്നതാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 71 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ അത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. അത്രയും യുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു രാത്രിയാകും. ആ രാത്രിയാണ് മഹാപ്രളയകാലം എന്ന് പറയുന്നത്. ഇതിനൊക്കെ വലിയ വലിയ കണക്കുകൾ മന്വന്തര വർണ്ണനയിൽ, മഹാഭാഗവതത്തിൽ സമയത്തിന്റെ ഏറ്റവും ചെറിയ അളവ് മുതൽ ഏറ്റവും വലിയ അളവ് വരെയുള്ള ആ വർണ്ണനകൾ, ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രഹ്മാവിന്റെ ഒരു രാത്രി കഴിഞ്ഞു. പിറ്റേത്ത് ഉറക്കമുണർന്ന ബ്രഹ്മാവ് നോക്കിയപ്പോൾ, കാരണം ബ്രഹ്മാവ് ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നീട് സൃഷ്ടിയില്ല. പ്രളയകാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സർവേശ്വരനായ ഈശ്വരൻ ത്രിമൂർത്തികളായിട്ട് രൂപം പ്രാപിക്കുകയും സൃഷ്ടി ബ്രഹ്മാവ് നടത്തുകയും സ്ഥിതി പരിപാലനം നടത്തുന്നത് മഹാവിഷ്ണുവും സംഹാരം നടത്തുന്നത് പരമശിവനും അങ്ങനെ ത്രിമൂർത്തികളായിട്ട് ഭവിക്കുകയും ഒക്കെ ചെയ്യും. ബ്രഹ്മാവ് ഉറക്കമുണർന്നു.
നോക്കിയപ്പോൾ എല്ലായിടവും ശൂന്യമാണ്. ശിവപുരാണത്തിൽ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ശൂന്യമാണ്. ബ്രഹ്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കവേ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കണ്ടുമുട്ടി. ബ്രഹ്മാവിന്റെ മനസ്സിൽ സൃഷ്ടി നടത്തുന്ന താനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നുള്ള ഒരു ചിന്ത ബ്രഹ്മാവിന്റെ മനസ്സിലുണ്ട്. മഹാവിഷ്ണുവിനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാനാണ് ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. കാരണം ഞാൻ സൃഷ്ടി നടത്തിയില്ലെങ്കിൽ ഈ ലോകങ്ങളില്ല, 14 ലോകങ്ങളുമില്ല, ജീവജാലങ്ങളൊന്നുമില്ല, എല്ലാത്തിനും തന്റെ സൃഷ്ടി വേണം. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ത്രിമൂർത്തികളിൽ വെച്ച്. മഹാവിഷ്ണു പറഞ്ഞു, അങ്ങ് സൃഷ്ടിക്കുന്നതിനെ നിലനിർത്തണമെങ്കിൽ സ്ഥിതി വേണം, സ്ഥിതി പരിപാലനം നടത്തണം. അത് ഞാനാണ് നടത്തുന്നത്. അതുകൊണ്ട് സൃഷ്ടികർത്താവായ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത് ഞാനാണ്. തർക്കം ഏതാണ്ട് ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയപ്പോൾ പരമശിവൻ ഒരു ജ്യോതിർലിംഗ രൂപമായിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. ആദ്യം ഈ ജ്യോതിർലിംഗത്തിന്റെ മുകളറ്റവും താഴേറ്റവും രണ്ടുപേരും സഞ്ചരിച്ച് കാണണം. എന്നിട്ട് ആദ്യമായിട്ട് ഇപ്പൊ മുകളിലേക്ക് പോകുന്നത് ആരാണോ അല്ലെങ്കിൽ താഴേക്ക് പോകുന്നത് ആരാണോ അതിലാദ്യമായിട്ട് അതിന്റെ അഗ്രം കണ്ടിട്ട് തിരിച്ചു വരുന്ന ആളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠൻ. പരമശിവൻ പറഞ്ഞു, ബ്രഹ്മാവും മഹാവിഷ്ണുവും, ബ്രഹ്മാവ് മുകളിലോട്ടും മഹാവിഷ്ണു താഴോട്ടും യാത്രയായി. കോടാനുകോടി വർഷങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു എന്നാണ്. എന്നിട്ടും രണ്ടുപേർക്കും അഗ്രം കാണുവാൻ കഴിഞ്ഞില്ല. മുകളിലോട്ട് പോയ ബ്രഹ്മാവിന് ആ ജ്യോതിർലിംഗത്തിന്റെ മുകളഗ്രമോ താഴോട്ട് പോയ മഹാവിഷ്ണുവിന് ആ അഗ്രമോ കാണുവാൻ കഴിയാതെ രണ്ടുപേരും തോൽവി സമ്മതിച്ച് തിരിച്ചു വന്നു. പരമശിവൻ അവിടെ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവും സ്ഥിതി പരിപാലനം നടത്തുന്ന മഹാവിഷ്ണുവും ലോകത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി അതിനെ സംഹരിക്കുന്ന പരമശിവനും 3 പേരും, ത്രിമൂർത്തികൾ 3 പേരും തുല്യരാണ്. അവിടെ ആരാണ് വലിയ ആളെന്നുള്ളതിന് യാതൊരു പ്രാധാന്യവുമില്ല. 3 പേരും തുല്യരാണ്. അതുകൊണ്ട് ഇന്ന് ഈ ജ്യോതിർലിംഗ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷനായ ഈ ദിവസം ലോകവാസികളെല്ലാം ഇനി ബ്രഹ്മാവ് സൃഷ്ടിച്ചങ്ങനെ സൃഷ്ടിയിലൂടെ വരുന്ന ഈ 14 ലോകങ്ങളിലുള്ള സമസ്ത ജീവജാലങ്ങളും മഹാശിവരാത്രിയായിട്ട്, മംഗളകരമായ ശിവരാത്രിയായിട്ട് ആഘോഷിക്കണം, അത് കൊണ്ടാടണം എന്ന് പറഞ്ഞതായിട്ടൊരു കഥ ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് ശിവലിംഗത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ശിവലിംഗം എന്താണെന്നൊക്കെ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ പ്രതിഷ്ഠയല്ല, നമ്മൾ ശിവന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയല്ല നമ്മൾ കാണുന്നത്, ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കൾക്കും 2 അവസ്ഥകളുണ്ട്, സൂക്ഷ്മമെന്നും സ്ഥൂലമെന്നുമുള്ള 2 അവസ്ഥകളുണ്ട് എല്ലാ വസ്തുക്കൾക്കും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ് സ്ഥൂലം എന്ന് പറയുന്നത്. സ്ഥൂലമായ വസ്തുക്കളെല്ലാം ജനനം മുതൽ മരണം വരെ ഇങ്ങനെ ഓരോ അവസ്ഥകളിലൂടെ സഞ്ചരിച്ച് മരണത്തിലൂടെ നശിച്ചു പോകുന്നതാണ് സ്ഥൂലമായ അവസ്ഥയുള്ള വസ്തുക്കളല്ല. പക്ഷെ സൂക്ഷ്മ വസ്തുക്കൾ അങ്ങനെയല്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് അതിന്റെ ശബ്ദം കേൾക്കുവാനോ നാസിക കൊണ്ട് അതിന്റെ ഗന്ധം അറിയുവാനോ നമ്മുടെ കൈകൾ കൊണ്ട് അതിനെ തൊട്ടു നോക്കുവാനോ ഒന്നും കഴിയാത്ത, നാവ് കൊണ്ട് അതിന്റെ രുചി അറിയുവാനോ ഒന്നും കഴിയാത്ത വസ്തുക്കളാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സൂചിപ്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ലിംഗ്യതേ ഇതി ലിംഗം
എന്നാണ്. ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണോ അത് ലിംഗം. അപ്പൊ ശിവൻ എന്ന് പറയുന്ന ത്രിമൂർത്തിയുടെ രൂപത്തെ സൂചിപ്പിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ആരാധന നടത്തുവാൻ വേണ്ടി ഒരു സൂചനയായിട്ട് മാത്രം നിൽക്കുന്ന ആ ജ്യോതിസ്, അതിനെയാണ് ലിംഗം എന്ന് പറയുന്നത്. അതാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ശിവലിംഗത്തെ കുറിച്ചുള്ള പരാമർശവും ക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണെന്നും എല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് ശിവപുരാണത്തിലെ ഈ കഥയിലാണ്. അപ്പൊ ശിവരാത്രിയെ കുറിച്ചുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഈ രണ്ട് ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി ഭഗവാൻ പരമശിവന്റെ പാർവതീദേവിയോടുള്ള ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് ശിവരാത്രി. പ്രതീകമായിട്ട് കൂടിയാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത്. പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിച്ചത് എത്രയോ ജന്മങ്ങളിൽ തപസ് ചെയ്തിട്ടാണ്. അനേക ജന്മങ്ങളിൽ, ജന്മജന്മാന്തരങ്ങളിൽ തപസ് ചെയ്തതിന് ശേഷമാണ് പരമശിവന് പാർവതീദേവി തന്റെ ഭാര്യയായിട്ട് മാറുന്നത്. ഓരോ ജന്മത്തിലും പാർവതീദേവി പരമശിവനെ തപസ് ചെയ്യും ഭർത്താവായി ലഭിക്കുവാൻ. ഭർത്താവായിട്ട് ആ ജന്മത്തിൽ പാർവതിക്ക് പരമശിവൻ ലഭിക്കാതെ വരുമ്പോൾ പാർവതി തന്റെ ജീവൻ ത്യജിക്കും. ഈ സമയം പരമശിവൻ ജീവൻ ത്യജിച്ച ആ പാർവതീദേവിയുടെ ശിരസ്സെടുത്ത് തന്റെ മാലയിൽ കോർക്കും. അടുത്ത ജന്മത്തിലും പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് ചെയ്യും. ആ സമയവും പരമശിവനെ ഭർത്താവായി ലഭിക്കാതെ വരുമ്പോൾ പാർവതീദേവി തന്റെ ജീവൻ പിടിയും. പരമശിവൻ പാർവതീദേവിയുടെ ശിരസ്സെടുത്ത് തന്റെ മാലയിൽ വീണ്ടും കോർക്കും. അങ്ങനെ അനേക ജന്മങ്ങളിൽ തപസ് ചെയ്ത പാർവതീദേവിയുടെ ശിരസ്സുകളാണ് പരമശിവൻ തന്റെ തലയോട്ടി മാലയായിട്ട് തന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അവസാനം അനേക ജന്മങ്ങൾക്ക് ശേഷം ഒടുവിൽ ആ പാർവതീദേവിയുടെ തപസ്സിന് സംപ്രീതനായിട്ട് പരമശിവൻ പാർവതീദേവിയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. പാർവതീദേവിക്ക് പരമശിവൻ തന്റെ ശരീരത്തിന്റെ പകുതി സ്ഥാനം നൽകി പാർവതീദേവിയെ ആദരിച്ചു പരമശിവൻ. അതാണ് പരമശിവന്റെ അർദ്ധനാരീശ്വര ആ സങ്കല്പം എന്ന് പറയുന്നതാണ്. ചിത്രങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നത് പോലെ പരമശിവൻ പകുതി രൂപം പുരുഷനും പകുതി സ്ത്രീയും, അതല്ല അർദ്ധനാരീശ്വരൻ. അതൊക്കെ ചിത്രങ്ങളിൽ ചിത്രകാരന്മാർ അവരുടെ ഭാവനയിൽ കണ്ട് ചിത്രങ്ങളിൽ വരച്ചതാണ്. സ്ത്രീക്ക് തനിക്ക് തുല്യമായ സ്ഥാനം പുരുഷൻ നൽകി, പാർവതീദേവിക്ക് തന്റെ അതേ സ്ഥാനം, തനിക്ക് തുല്യമായ സ്ഥാനം പരമശിവൻ നൽകി. അതാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നതാണ് നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ ഇതിഹാസങ്ങളിലും എല്ലാം സ്ത്രീക്ക് ഏറ്റവും മാന്യമായ സ്ഥാനം പുരുഷൻ നൽകി ആദരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുസ്മൃതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുസ്മൃതിയിലെ 1-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവ് തന്റെ ശരീരത്തെ രണ്ടായിട്ട് പകുത്തിട്ട് അതിന്റെ പകുതി ഭാഗം പുരുഷനെയും പുരുഷനാക്കി മാറ്റി, പകുതി ഭാഗം സ്ത്രീയായിട്ടും മാറ്റി. അങ്ങനെ ഒരേ സമയം തന്നെയാണ് ബ്രഹ്മാവ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. അല്ലാതെ ആദ്യം പുരുഷനെ സൃഷ്ടിച്ചിട്ട് പിന്നീട് സ്ത്രീയെ സൃഷ്ടിച്ചുവെന്നല്ല. പുരുഷനും സ്ത്രീക്കും തുല്യമായ പ്രാധാന്യമുണ്ടെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. സ്ത്രീയെ ബഹുമാനിച്ചിരുന്ന ഒരു കാലം, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്ത തത്ര ദേവത എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. എത്ര നാര്യസ്തു പൂജ്യന്തേ, സ്ത്രീയെ എവിടെയാണോ പൂജിക്കുന്നത്, ബഹുമാനിക്കുന്നത്,
തനിക്ക് തുല്യമായ സ്ഥാനം പുരുഷൻ നൽകിയ സ്ത്രീയെ ആദരിക്കുന്നത് എവിടെയാണോ, രമന്ത രമിക്കുന്നു, കളിയാടുന്നു, വിളയാടുന്നു, തത്ര അവിടെ ദേവത, ദേവതമാർ അവിടെ വിളയാടുന്നു എന്നാണ്. അപ്പൊ സ്ത്രീയെ ബഹുമാനിക്കുന്നത് എവിടെയാണോ അവിടെ ദേവതകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ ചെയ്യാത്തിടത്ത്, സ്ത്രീയെ ബഹുമാനിക്കാത്തിടത്ത് ഒരു ക്രിയയും, ഏത് പ്രവൃത്തി ചെയ്താലും, എന്ത് പൂജ നടത്തിയാലും അതിനൊന്നും ഫലമില്ലെന്ന് കൂടി മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അതിനുശേഷം മനുസ്മൃതിയിൽ പിന്നീട് ഇങ്ങോട്ട് പറയുന്നത്, സ്ത്രീ സ്വാതന്ത്ര്യമുള്ളവളാണ്. പിതാ രക്ഷതി കൗമാരേ പുത്രോ രക്ഷതി ഭക്തോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. പിതാ രക്ഷതി കൗമാരേ, ഒരു സ്ത്രീ കൗമാരാവസ്ഥയിലായിരിക്കുമ്പോൾ, കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ അവളെ സകല സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കുവാൻ, സ്ത്രീയുടേതായ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കുവാൻ പിതാ രക്ഷതി, പിതാവ് രക്ഷിക്കണമെന്നാണ്, പിതാവ് സഹായിക്കണമെന്നാണ്, പിതാവ് തുണയായിട്ട് നിൽക്കണമെന്നാണ്. ഇനി കൗമാരം കഴിഞ്ഞ് യൗവനാവസ്ഥയിലെത്തിച്ചേർന്ന് വിവാഹിതയാകുമ്പോൾ ആര് സംരക്ഷിക്കണം? ഭർത്രോ രക്ഷതി യൗവനെ, ഭർത്താവ് വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീയെ വീട്ടിലടക്കുകയല്ല ഭർത്താവ് ചെയ്യുവാനുള്ളത്. സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന, അവൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം നൽകി അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്വതന്ത്രയായിട്ട് ജീവിക്കുവാൻ ഭർത്താവ് അവളെ രക്ഷിക്കണമെന്നാണ്. ഇനി വാർദ്ധക്യാവസ്ഥയിലെത്തുമ്പോൾ പുത്രോ രക്ഷതി വാർദ്ധക്യത്തിലെത്തുമ്പോൾ സ്ത്രീക്ക് അമ്മയും അമ്മുമ്മയും ഒക്കെയായി മാറുമ്പോൾ അവിടെയും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ, സ്വതന്ത്രയായിട്ട് ജീവിക്കുവാൻ പുത്രനെ സംരക്ഷിക്കണമെന്നാണ്. പുത്രോ രക്ഷതി വാർദ്ധക്യേ അങ്ങനെ ചെയ്യാതിരിക്കുവാൻ പാടില്ല, അതടവല്ല എന്ന സംസ്കൃത ശബ്ദത്തിന്റെ അർത്ഥം. അതിനുശേഷമാണ്, കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹത, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നവളാണ്. പക്ഷെ ആ മനുസ്മൃതിയിലെ വരികളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പിതാ രക്ഷതി കൗമാരേ പുത്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാക്കി മാറ്റി. സ്മൃതികാരൻ ആ ന എന്ന ശബ്ദത്തിന് അവിടെ ഇപ്രകാരം ചെയ്യാതിരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നവളാണ്, ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുരാതന കാലത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടിരുന്ന നമ്മുടെ ഭാരതം, ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹാത്മ്യമാണ് ശിവരാത്രിയിലൂടെ പറയുന്ന ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹാത്മ്യമാണ്. എങ്ങനെ സ്ത്രീ സ്വതന്ത്രയായിട്ട് ജീവിക്കണമെന്നാണ്. അതാണ് പരമശിവൻ തന്റെ ശരീരത്തിന്റെ പകുതി സ്ഥാനം നൽകി പാർവതി ദേവി ആദരിച്ചു എന്ന് പറയുന്നത്. തന്നെ എത്രമാത്രം ഭക്തിയോടുകൂടി ഭക്തജനങ്ങൾ തന്നെ കാണുന്നുവോ, തന്നെ വണങ്ങുന്നുവോ, അത്രയും ഭക്തിയോടുകൂടി അതേ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പാർവതി ദേവിയെയും ഭക്തജനങ്ങൾ തന്റെ ഭക്തരെ ആദരിക്കണം. ഇതാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അതാണ് ശിവരാത്രി. നാളെ കൂടെ കഴിയുമ്പോൾ ശിവരാത്രിയാണ്. ശിവരാത്രിയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉപവാസമാണ്. ശിവരാത്രി വ്രതത്തിന് ശിവനെ സംബന്ധിച്ച് നമുക്ക് ശിവനെ പൂജിക്കുവാൻ ഒരു ചെലവുമില്ല. മറ്റു ദേവന്മാരെ പൂജിക്കുന്ന പോലെയല്ല ശിവനെ പൂജിക്കുവാൻ. ശിവന് അഭിഷേകം നടത്തുവാൻ ജലം മതി, വെറും വെള്ളം മതി, ജലം മതി ശിവന് അഭിഷേകം നടത്തുവാൻ. ശിവന് അർച്ചന നടത്തുവാൻ കൂവളത്തിന്റെ ഇല മതി. ഉണങ്ങിയ ഇലയാണെങ്കിലും ഭഗവാൻ അതിന് തൃപ്തനാണ്. പരമശിവൻ കൂവളത്തിന്റെ ഇല പരമശിവന് ഏറ്റവും പ്രിയങ്കരമായി തീർന്നത് പരമശിവന്റെ കിരാതം കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാമല്ലോ, പരമശിവൻ പാണ്ഡവന്മാർ വനവാസകാലത്ത്
കാരണം രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് കൊട്ടാരവും നഷ്ടപ്പെട്ട് പാണ്ഡവന്മാർ 5 പേരും ധർമ്മപുത്രരും ഭീമസേനനും അർജുനനും നകുലനും സഹദേവനും തങ്ങളുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയോടൊന്നിച്ച് വനവാസത്തിനായിട്ട് പോയി. 12 വർഷത്തെ വനവാസത്തിനായിട്ട് പോയി. നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണമെങ്കിൽ പാണ്ഡവന്മാർക്ക് കൗരവന്മാരോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി അർജുനൻ പരമശിവനെ തപസ് ചെയ്തിട്ട് പാശുപതാസ്ത്രം വാങ്ങുവാനായിട്ട്, പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രം ഗ്രഹിക്കുവാനായിട്ട് അർജുനൻ പരമശിവനെ തപസ് ചെയ്യുവാൻ പോയി. വനവാസത്തിനിടയ്ക്ക് മറ്റൊരു വനവാസം അർജുനൻ നടത്തിയതാണ്. അവിടെയാണ് പരമശിവൻ കിരാത വേഷത്തിൽ വന്ന് അർജുനന് പാശുപതാസ്ത്രം നൽകുന്നത്. അർജുനൻ തപസ് ചെയ്യാൻ പോയപ്പോഴും തന്റെ ഗാണ്ഡീവം എന്ന ബില്ലുമായിട്ടാണ് തപസ് ചെയ്യുവാൻ പോയത്. ഗാണ്ഡീവം എന്ന ബില്ലും തന്റെ അമ്പുറയും ആവനാഴിയും ആയിട്ടാണ് പരമശിവനെ തപസ് ചെയ്യുവാനായിട്ട് പോയത്. തപസ് എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് സകലതും ത്യജിച്ചതിന് ശേഷം ഈശ്വരനെ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് ഈശ്വരനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് തപസ് എന്ന് പറയുന്നത്. പക്ഷെ അർജുനൻ അമ്പും വില്ലും ധരിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുവാനായിട്ട് പോയത്. പരമശിവൻ ആലോചിച്ചു, തന്റെ ഭക്തനാണ് അർജുനൻ, പക്ഷെ തന്റെ ഭക്തന്റെ മനസ്സില് അഹങ്കാരമുണ്ട്. കാരണം അമ്പും വില്ലും ഒക്കെയായിട്ട് തപസ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്പും വില്ലും കൊണ്ട് തനിക്ക് ഏത് കാര്യവും സാധിക്കാൻ കഴിയുമെന്നുള്ളൊരു അഹങ്കാരം അർജുനന്റെ മനസ്സിലുണ്ട്. ആ അഹങ്കാരത്തോടുകൂടി യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തനിക്ക് അർജുനന് പരാജയം ഉണ്ടാകും. അതുകൊണ്ട് അർജുനന്റെ മനസ്സിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയതിനു ശേഷം അർജുനന് പാശുപതാസ്ത്രം നൽകാം എന്ന് പരമശിവൻ ചിന്തിച്ചു തീരുമാനിച്ചു. പാർവതി ദേവിയോടൊന്നിച്ച് കാട്ടാള വേഷം കൊണ്ട് പരമശിവനും പാർവതീദേവിയും കിരാത വേഷത്തിൽ പരമശിവനും പാർവതീദേവിയും അർജുനൻ തപസ് ചെയ്യുന്ന വനത്തിന് അർജുനന്റെ സമീപത്തിൽ എത്തിച്ചേർന്നു. അർജുനൻ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുന്ന അർജുനനെ വകവരുത്തുവാൻ വേണ്ടി ദുര്യോധനൻ മൂകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ ഒരു പന്നിയുടെ വേഷത്തിൽ, സുഗരത്തിന്റെ വേഷത്തിൽ അർജുനന്റെ സമീപത്തിലേക്ക് അയച്ചു. അർജുനനെ ആക്രമിക്കുവാൻ വന്ന ആ സൂകരത്തെ പരമശിവൻ, കാട്ടാളരൂപിയായ പരമശിവൻ അമ്പെയ്തു. അതേ സമയം തന്നെ ശബ്ദം കേട്ട് കണ്ണു തുറന്ന അർജുനൻ നോക്കിയപ്പോൾ തന്നെ ആക്രമിക്കാൻ പന്നി വരുന്നു. അത് കണ്ടിട്ട് അർജുനനും അമ്പെയ്തു സൂകരത്തിനെ. രണ്ടുപേരുടെയും അമ്പ് ഒരേ സമയം ആ സൂകരത്തിന്റെ ശരീരത്തിൽ തറയ്ക്കുകയും സൂകരം മരിച്ചു വീഴുകയും ചെയ്തു. കാട്ടാളരൂപിയായ പരമശിവൻ സൂകരത്തിന്റെ സമീപത്ത് വന്ന് തന്റെ അമ്പുകൾ ഇളക്കിയെടുക്കുവാൻ ഒരുങ്ങിയപ്പോൾ അർജുനൻ കയർത്തു. അർജുനൻ പറഞ്ഞു, അങ്ങ് മോഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. എന്റെ അമ്പുകൾ കൂടിയ ഞാൻ അമ്പെയ്ത് കൊന്ന പന്നിയെ മോഷ്ടിക്കുവാനാണോ അങ്ങ് വന്നത്? തർക്കം യുദ്ധമായി. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ എയ്തു. അർജുനന് ഇത് അസ്ത്രങ്ങളെല്ലാം കാട്ടാളന്റെ ശരീരത്തിൽ ചെന്ന് തറച്ചിട്ട് കാട്ടാളന് യാതൊരു ദോഷവും ഉണ്ടായില്ല. അവസാനം വലിയ മരം പിഴുതെടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടാളരൂപിയായ പരമശിവനും അർജുനനും രണ്ടുപേരും യുദ്ധം ചെയ്തു. കാട്ടാളന്റെ പ്രഹരമേറ്റിട്ട് അർജുനൻ നിലത്ത് വീണു. അവിടെ കിടന്ന് അർജുനൻ ചിന്തിച്ചു, പരമശിവനെ പ്രാർത്ഥിച്ച് പാശുപതാസ്ത്ര വിദ്യ സ്വന്തമാക്കുവാൻ വേണ്ടി വന്ന തനിക്ക് ഒരു കാട്ടാളന്റെ കൈ കൊണ്ട് ആപത്ത് വന്നിരിക്കുന്നു, തന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോയിരിക്കുന്നു, താൻ ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് നല്ലത്. ഈ വിവരം കൗരവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളനോട് യുദ്ധം ചെയ്യുവാൻ പോലും കഴിവില്ലാത്തവരാണ് താനെന്ന് അവർ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ട് അവിടെ കിടന്ന് മണ്ണ് കൊണ്ട് അർജുനൻ ഒരു ശിവലിംഗ രൂപം ഉണ്ടാക്കി. ആ ശിവലിംഗത്തെ അർച്ചന ചെയ്യുവാൻ പുഷ്പങ്ങൾ നോക്കി. പുഷ്പങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. സമീപത്തൊരു പൂവള വൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും അടർന്നു വീണ ഇലകൾ അവിടെ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ ഉണങ്ങിയ കൂവളത്തിന്റെ ഇലകൾ എടുത്ത് അർജുനൻ ആ ശിവലിംഗത്തിന് അർച്ചന ചെയ്തു.
അവസാനം കണ്ടു തുറന്നു നോക്കിയപ്പോൾ അർജുനൻ കൂവളത്തിന്റെ ഇലകൾ, താൻ ആ ശിവലിംഗത്തിൽ അർച്ചന ചെയ്ത കൂവളത്തിന്റെ ഇലകളെല്ലാം പരമശിവന്റെ ശരീരത്തിൽ പതിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ആ കാട്ടാളന്റെ ശരീരത്തിൽ പതിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് തന്നോട് യുദ്ധം ചെയ്ത കാട്ടാളൻ സാക്ഷാൽ പരമശിവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു അർജുനൻ. അങ്ങനെയാണ് അന്നു മുതലാണ് കൂവളത്തിന്റെ ഇല പരമശിവൻ ഏറ്റവും തൃപ്തിയായിട്ട് ഉണങ്ങിയ ഇലയാണെങ്കിലും ഭഗവാന് തൃപ്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരമശിവ ഭഗവാൻ തന്റെ ഭക്തർക്ക് യാതൊരു ആപത്തും ഉണ്ടാകാതെ തന്റെ ഭക്തരെ കാത്തുരക്ഷിച്ചു പോരുന്ന പരമശിവ ഭഗവാൻ പാർവതീദേവിക്ക് പാർവതിയുടെ തപസ്സിൽ പ്രീതി കൊണ്ടിട്ട് തന്റെ അതേ സ്ഥാനം നൽകിയ ആ മഹാത്മ്യമാണ് ശിവരാത്രിക്കുള്ളത്. അതുപോലെ തന്നെ ശിവരാത്രി വ്രതം, ശിവരാത്രിക്ക് വ്രതാനുഷ്ഠാനമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രി വ്രതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉപവാസമാണ്. നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ഉപവാസം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതെ ഒരു ദിവസം, ശിവരാത്രിക്ക് പകലോ, ശിവരാത്രി ദിവസം പകലോ, ശിവരാത്രി ദിവസം പകലോ രാത്രിയോ ഉറങ്ങുവാൻ പാടില്ലെന്നാണ്. പിറ്റേ ദിവസവും ഉറങ്ങുവാൻ പാടില്ല. ശിവരാത്രിയുടെ അന്ന് രാത്രിയോ ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം പകലോ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ ഉറങ്ങുവാൻ പാടില്ല എന്നാണ്. പ്രദോഷവ്രതത്തിനാണെങ്കിൽ അങ്ങനെയല്ല. പ്രദോഷത്തിന്റെ അന്ന് പകല് മാത്രം ഉപവാസമേ ഉള്ളൂ. രാത്രിയിൽ ക്ഷേത്രത്തിൽ പൂജിച്ച് കിട്ടുന്ന കരിക്കിന്റെ വെള്ളം കുടിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കുക. പക്ഷെ ശിവരാത്രി വ്രതത്തിന് അത് പറ്റില്ല. ശിവരാത്രി ദിവസം രാത്രിയും അടുത്ത ദിവസം പകലും വ്രതമായിരിക്കണം, ഉപവാസമായിരിക്കണം. നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ഉപവാസം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതിരിക്കുന്നതെന്നാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്നാണ്, സമീപത്ത് വസിക്കുക എന്നാണ്. ഭഗവാന്റെ സമീപത്ത് വസിക്കുക, ഭഗവാന്റെ അടുക്കൽ വസിക്കുക. ഭഗവാന്റെ അടുക്കൽ നമുക്കൊക്കെ വസിക്കണമെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപമുണ്ടാവുകയും ആ മനസ്സിലുള്ള ഭഗവാന്റെ രൂപത്തിന്റെ സമീപത്ത് നമുക്ക് വസിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പൊ കഥ കേൾക്കുക, ശിവകഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണ് ശിവരാത്രി വ്രതത്തിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. പ്രാധാന്യം അതാണ്. കഥ, അതായത് കലിയുഗം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 4,38,000 വർഷങ്ങളുള്ള കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കലിയുഗം തുടങ്ങിയിട്ട് 5000 വർഷങ്ങളേ ആയിട്ടുള്ളൂ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുത്തെ വാസം, ഈ ഭൂമിയിലെ വാസം പൂർത്തിയാക്കിയിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയതിന്റെ അന്ന് ഇപ്പോഴത്തെ കലിയുഗം തുടങ്ങിയെന്നാണ്. സകലതും കീഴ്മേൽ മറിയുന്ന ഒരു കാലമാണ് കലിയുഗം. സത്യവും ധർമ്മവും യാഗവും തപസ്സും സന്യാസവും ഒന്നുകൊണ്ടും ഒരു ഫലവുമില്ലാത്ത ഒരു കാലമാണ് കലിയുഗം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ എല്ലാം കീഴ്മേൽ മറിയാം, സകലതും കീഴ്മേൽ മറിയുന്ന ഒരു കാലം, അതാണ് കലിയുഗം എന്ന് പറയുന്നത്. സത്യത്തിന് വിലയില്ല. മോക്ഷമാർഗമായ ദാനത്തിന് വിലയില്ല. ദാനം ചെയ്യാമെന്ന് വെച്ചാൽ ദാനം കിട്ടുന്ന വസ്തുവിന്റെ മൂല്യം നിർണയിച്ചിട്ടത് കിട്ടുന്നവൻ അതിന്റെ വില കൽപ്പിക്കും. അങ്ങനെയുള്ള ഒരു കാലമാണ് കലിയുഗം. മാതാപിതാക്കളുടെ സ്നേഹത്തിന് പോലും വിലയില്ലാത്ത ഒരു കാലമാണ് കലിയുഗം എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും മക്കളെ സ്നേഹിക്കുമ്പോൾ മൂത്ത കുട്ടി വിചാരിക്കും ഇളയ കുട്ടിയോടാണ് അമ്മയ്ക്കും അച്ഛനും കൂടുതൽ സ്നേഹം. ഇളയ കുട്ടി വിചാരിക്കും മൂത്ത കുട്ടിയോടാണ് അച്ഛനും അമ്മയ്ക്കും കൂടുതൽ സ്നേഹം. അങ്ങനെ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ മൂല്യം പോലും മനസ്സിലാക്കാതെ അതിന് പോലും അതിന്റെ തൂക്കം നോക്കിയിട്ട് അതിന് വില കൽപ്പിക്കുന്ന ഒരു കാലമാണ് കലിയുഗം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ മോക്ഷം കിട്ടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. മറ്റ് യുഗങ്ങളിലൊക്കെ മോക്ഷം കിട്ടുവാനായിട്ട് ആളുകൾ തപസ് ചെയ്താണ് മോക്ഷം നേടുന്നത്. പക്ഷെ കലിയുഗത്തിൽ മോക്ഷം കിട്ടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് കലിയുഗത്തിൽ മോക്ഷമാർഗമായിട്ടുള്ളത്. ഭാഗവതത്തിൽ 9 മോക്ഷമാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു,
സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 മാർഗങ്ങളെ കുറിച്ച്, മോക്ഷമാർഗങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശ്രവണം, കഥ കേൾക്കുക. കീർത്തനം, ഭഗവാനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ ആലപിക്കുക. ഭഗവാനെ കുറിച്ച് സ്മരിക്കുക. ഭഗവാൻ അർച്ചന നടത്തുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ സുഹൃത്തായിട്ട് കാണുക, ആത്മനിവേദനം നടത്തുക ഭഗവാനോട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളാണ് കലിയുഗത്തിൽ നമുക്ക് മോക്ഷത്തിനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പൊ കലിയുഗത്തിൽ ദാനത്തിനോ തപസ്സിനോ സന്യാസത്തിനോ ഒന്നും ഒരു വിലയുമില്ല. ആകെയുള്ള ഒന്നെന്ന് പറയും, നമുക്ക് മോക്ഷം കിട്ടുവാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. കഥ പറയുന്നവരെക്കാൾ കഥ കേൾക്കുന്നവർക്കാണ് മോക്ഷം കിട്ടുന്നതാണ് കൂടുതൽ പുണ്യമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 18 അധ്യായങ്ങൾ, 12 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുമുള്ള 334 അധ്യായങ്ങളുമുള്ള ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥകൾ മുഴുവനും പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടുവാൻ വേണ്ടി ശ്രീ ശുഗ മഹർഷി 7 ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്തതാണെന്നാണ്. കലിയുഗത്തിലെ ആദ്യത്തെ രാജാവാണ്, ഇപ്പോഴത്തെ കലിയുഗത്തിലെ ആദ്യത്തെ രാജാവാണ് പരീക്ഷിത്ത്. പാണ്ഡവന്മാരിൽ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷിത്ത്. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് സർപ്പദംശനമേറ്റു. മഹർഷി ശപിച്ചു. നായാട്ടനായിട്ട് പോയി വനത്തിൽ വെച്ച് കൂടെ വന്നവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ദാഹിച്ചവശനായിട്ട് ശമീകൻ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന പരീക്ഷിത്ത് മഹാരാജാവ് മഹർഷിയോട് ജലം ചോദിച്ചു. തപസ്സിൽ മുഴുകിയിരുന്ന ശമീക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവ് വന്നതും അദ്ദേഹം ജലം ചോദിച്ചതും എല്ലാം അറിയുന്നുണ്ടെങ്കിലും ധ്യാനത്തിൽ മുഴുകിയിരുന്ന അവസരമായതിനാൽ അദ്ദേഹം അതിൽ നിന്നും ഉണരുവാനോ ഉണർന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് വെള്ളം കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. കുപിതനായി തീർന്ന പരീക്ഷിത്ത് മഹാരാജാവ് സമീപത്ത് കിടന്ന ഇഴഞ്ഞുപോയൊരു പാമ്പിനെ തന്റെ വില്ലിന്റെ അഗ്രം കൊണ്ട് അടിച്ചു കൊന്നിട്ട് അതെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടിട്ട് തന്റെ അരിശം മുഴുവനും തീർത്ത് അവിടെ നിന്ന് പോയി. കുറച്ച് സമയം കഴിഞ്ഞു. ശമീക മഹർഷിയുടെ മകൻ ശൃംഗി എന്ന് പറയുന്ന മുനികുമാരൻ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. കണ്ട കാഴ്ച എന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കുന്നു. തന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ജ്ഞാനദൃഷ്ടിയാൽ അദ്ദേഹം മനസ്സിലാക്കി മഹർഷിമാരുൾപ്പെടെ എല്ലാവരെയും സംരക്ഷിക്കുവാനുള്ള മഹാരാജാവാണ് ഇങ്ങനെ ഒരു അപരാധം പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മഹാരാജാവ് ഇതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അല്ലയോ മഹാരാജാവേ, അങ്ങ് രാജാവ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. എന്നാലും മഹർഷി ശൃംഗി ശപിച്ചു. എന്റെ പിതാവിനെ ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് അപമാനിച്ച അങ്ങ് ഇന്ന് മുതൽ 7 ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങ് തക്ഷകൻ എന്ന് പറയുന്ന ഉഗ്ര സർപ്പത്തിന്റെ ദംശനമേറ്റ് അങ്ങേക്ക് മൃത്യു വന്ന് ഭവിക്കും. അങ്ങേക്ക് മരണമുണ്ടാകും. ശാപം പിതാവായ ശമീക മഹർഷി കേട്ടു. പറഞ്ഞു, മകനെ, നീ രാജാവിനെ ശപിച്ചത് ശരിയായില്ല. അധർമ്മമാണ് നീ പ്രവർത്തിച്ചത്. മഹാരാജാവിനോട് തെറ്റ് ചെയ്തത് ഞാനാണ്. അദ്ദേഹം ഇവിടെ വന്ന് ദാഹിച്ചവശനായിട്ട് വന്ന് ജലം ചോദിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് ജലം കൊടുത്തില്ല. അപ്പൊ ഞാനാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് നീ എത്രയും വേഗം മഹാരാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തോട് നീ മാപ്പ് ചോദിക്കണം. അദ്ദേഹത്തിന് ശാപമോക്ഷം നീ നൽകണം. പെട്ടെന്ന് തന്നെ ശൃംഗി എന്ന മുനികുമാരൻ പരീക്ഷിത്ത് മഹാരാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അറിയാതെ ഞാൻ അങ്ങയെ ശപിച്ചു പോയി. പക്ഷെ ആ ശാപം പിൻവലിക്കുവാൻ എനിക്കാവില്ല. ശാപം പിൻവലിക്കുവാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങേക്ക് മോക്ഷത്തിനുള്ള മാർഗം ഞാൻ ഉപദേശിച്ചു തരാം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാര കഥകളെല്ലാം അങ്ങ് മഹർഷിമാരിൽ നിന്നും കേൾക്കണം. അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ അങ്ങേക്ക് 7 ദിവസങ്ങൾ തികയുമ്പോൾ അങ്ങേക്ക് മോക്ഷം കിട്ടും.
അത് മാത്രമേ എനിക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് അപ്രകാരം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് മുനികുമാരൻ തിരിച്ചുപോയി. പരീക്ഷിത്ത് മഹാരാജാവ് നമുക്കെല്ലാം നോക്കണം, നമുക്ക് മരണമെന്ന് പറയുന്നത് തൊട്ടടുത്ത നിമിഷം മരിച്ചാലും നമുക്ക് വിഷമില്ല. കാരണം നമ്മൾ അറിയുന്നില്ല അടുത്ത നിമിഷം നമ്മൾ മരിക്കുമെന്ന്. പക്ഷെ 100 വയസ്സാകുമ്പോൾ മരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അന്ന് മുതൽ ചിന്തിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കും, ഇനി 100 വയസ്സ് തികയുവാൻ ഇനി ഒരു ദിവസം കൂടി, 100 വയസ്സ് ഒരു ദിവസം കഴിഞ്ഞു പോയല്ലോ. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി 99 വർഷമല്ലേ എനിക്കുള്ളൂ. അതാണ് മരണം എന്ന് നടക്കും എന്ന് കേട്ടാൽ, എന്നറിഞ്ഞാൽ നമ്മൾ വിഷമിക്കും. പക്ഷേ മരണം എന്ന് സംഭവിക്കുമെന്നറിയാതെ തൊട്ടടുത്ത നിമിഷം മരിച്ചാലും നമ്മളത് അറിയുന്നില്ല, നമ്മൾ വിഷമിക്കാതിരിക്കും. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു ഭാഗ്യമുണ്ടായി. ഇനി 7 ദിവസങ്ങൾ താൻ മരിക്കില്ല. ആർക്കും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നമ്മൾ 7 ദിവസം ജീവിച്ചിരിക്കുമെന്ന്? പക്ഷേ ഇവിടെ ശൃംഗി എന്ന മുനികുമാരൻ പരീക്ഷിത്ത് മഹാരാജാവിനെ ശപിച്ചത് 7-ാം ദിവസം അങ്ങേക്ക് സർപ്പദംശനത്താൽ മൃത്യു ഭവിക്കുമെന്നാണ്. അപ്പൊ 7 ദിവസങ്ങൾ മരണമുണ്ടാകില്ല. തനിക്കിനി 7 ദിവസങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് തന്റെ മുന്നിലുണ്ട്. ശാപമോക്ഷം ഉപദേശിച്ചതനുസരിച്ച് അദ്ദേഹം ശ്രീ ശുഗമഹർഷിയെ, വ്യാസപുത്രനായ ശുഗമഹർഷിയെ ക്ഷണിച്ചു വരുത്തി വിവരങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. മറ്റ് മഹർഷിമാരെയും എല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് 7 ദിവസങ്ങൾ കൊണ്ട് ഭഗവാൻ ശ്രീ ശുഗമഹർഷി, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കഥകൾ ഓരോന്നും അദ്ദേഹത്തിന് പരീക്ഷിച്ച മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. 7 ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്തു. അതാണ് ഈ ഭൂമിയിൽ ആദ്യം നടക്കുന്ന, ഈ യുഗത്തിൽ ആദ്യം നടക്കുന്ന സപ്താഹം, ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് അതാണ്. 7 പകലുകൾ കൊണ്ട് മഹാവിഷ്ണുവിന്റെ കഥ ശ്രീ ശുഗൻ പരീക്ഷത്തിന് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. 7 ദിവസങ്ങളായപ്പോൾ പരീക്ഷിത്ത മഹാരാജാവിന്റെ മനസ്സ് മഹാവിഷ്ണുവിന്റെ രൂപമല്ലാതെ മറ്റൊന്നുമില്ലാതായി കിടന്നു. വിഷ്ണു ഭഗവാന്റെ ആ രൂപം അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിന്നു. തക്ഷകനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിച്ചില്ല, തക്ഷകന്റെ ദംശനത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മിച്ചില്ല. 7 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ തനിക്ക് മരണമുണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അങ്ങനെ ഭഗവാന്റെ രൂപം മുഴുവനും മനസ്സിൽ നിറഞ്ഞു നിന്ന് ഭഗവാന്റെ ചിന്തകളിൽ മുഴുകിക്കഴിഞ്ഞ അവസരത്തിലാണ് തക്ഷക ദംശനത്താൽ അദ്ദേഹത്തിന് വൈകുണ്ഠം പോകുവാനുള്ള അവസരമുണ്ടായത്. മഹാവിഷ്ണു തന്റെ പാർഷദന്മാരെ ചെന്ന് വൈകുണ്ഠത്തിലേക്ക് പരീക്ഷത്തിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കഥ കേട്ടാൽ മോക്ഷം കിട്ടും. ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് മാത്രമാണ് ശിവരാത്രി മോക്ഷ കലിയുഗത്തിൽ മോക്ഷമാർഗമായിട്ടുള്ളത്. അത് മാത്രമാണ്. അതുകൊണ്ട് ശിവരാത്രി വ്രതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളതാണ്. ഒരു നിശ്ചിത സമയം ആഹാരം പോലും ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക, അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ആ ഉപവാസമാണ് ശിവരാത്രി വ്രതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നതാണ്. അല്ലാതെ ശിവരാത്രി ദിവസം ഉറക്കമൊഴിയാൻ വേണ്ടി സിനിമ കാണുക എന്നത് കൊണ്ടോ, ഒഴിയുവാൻ വേണ്ടി നാടകം കണ്ടത് കൊണ്ടോ, സീരിയൽ കണ്ടത് കൊണ്ടോ ഒന്നും നമുക്ക് മോക്ഷമുണ്ടാകില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഉറക്കമൊഴിഞ്ഞിരുന്ന് ആഹാരവും ഉറക്കവും പോലും ഉപേക്ഷിച്ചിട്ട് ത്യജിച്ചിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കണം. അതാണ് ശിവരാത്രി വ്രതത്തിന് അതാണ് നിർദ്ദേശിച്ച ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. ശിവരാത്രി വ്രതം മോക്ഷദായകമാണ്. നമുക്ക് മോക്ഷം കിട്ടും. നമ്മള് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ്. നമ്മൾ ചെയ്യുന്ന, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ രോഗവും ഓരോ ദുരിതവും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്.
പൂർവജന്മകൃതം പാപം, പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ആ പാപങ്ങളെല്ലാം ഓരോരോ വ്യാധികളായിട്ട്, ഓരോരോ രോഗങ്ങളായിട്ട്, ഓരോരോ ദോഷങ്ങളായിട്ട് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുവോ ആ പ്രവൃത്തികൾക്കെല്ലാം കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. 84 ലക്ഷം കാര്യകാരണങ്ങളെ കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നു. 84 ലക്ഷം കാര്യകാരണങ്ങളെ കുറിച്ച് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ജന്മമൃത്യു ജരാരോഗൈർ പീഡിതം കർമ്മബന്ധനൈ എന്നാണ്. ജന്മമൃത്യു ജരാരോഗൈ പീഡിതം, ജന്മവും മൃത്യുവും ജരയും രോഗവുമെല്ലാം കർമ്മബന്ധനൈ, നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്ന, കാരണം ഇഹലോക ധർമ്മങ്ങളെ കുറിച്ച്, ഭൂലോകത്തിലെ ജീവിതത്തെ കുറിച്ച് ഗരുഡൻ മഹാവിഷ്ണു ഭഗവാനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് മഹാവിഷ്ണു ഭഗവാൻ ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗരുഡ പുരാണം. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ എങ്ങനെയൊക്കെ ഇവിടെ ജീവിക്കുന്നു, എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതെല്ലാം രീതിയിൽ മനുഷ്യൻ അവന്റെ ദിനചര്യകൾ ക്രമപ്പെടുത്തണം, ഇതെല്ലാം ഗരുഡ പുരാണത്തിൽ വ്യക്തമായിട്ട് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനുമാവില്ല. കർമ്മങ്ങൾ എന്ന് പറയുന്നത് ധർമ്മം അനുഷ്ഠിക്കുവാനുള്ള ഒരു മാർഗമാണ് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഓരോ സമയവും എന്തെല്ലാം ചെയ്യണമെന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ്. ഈശ്വരൻ തീരുമാനം, അതാണ് നമ്മൾ ഈ തലയിലെഴുത്തെന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന്, എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യണമെന്ന് മുൻകൂട്ടി ഈശ്വരൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം അനുസരിക്കുവാനുള്ള മാർഗമാണ് കർമ്മം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അർജുനനോട് പറയുന്നുണ്ട്, അറിയാമല്ലോ ഭഗവത്ഗീത എന്തിനു വേണ്ടിയാണ് അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തതെന്ന്. ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വിളിച്ചെടുത്ത് കഥ പറയുകയല്ല ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഗീത എന്ന് പറയുന്നത് കർമ്മോത്സുകനാക്കുവാൻ, അല്ലെങ്കിൽ യുദ്ധത്തിന് പ്രാപ്തനാക്കുവാൻ അർജുനനെ പരിശീലിപ്പിക്കുകയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ ചെയ്തത്. അവിടെ പറയുന്നുണ്ട്, അർജുനൻ കുരുക്ഷേത്ര യുദ്ധമായി, പാണ്ഡവന്മാരും കൗരവന്മാരും രാജ്യത്തിന് വേണ്ടി വിഭാഗങ്ങളിലുമായിട്ട് ചേർന്നത് യുദ്ധമായി. ഇന്നത്തേതുപോലെയല്ല, ഒളി യുദ്ധമല്ലെന്ന്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മധ്യസ്ഥന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ എവിടെ വച്ച് യുദ്ധം നടക്കണമെന്ന് തീരുമാനിക്കും. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം കുരുക്ഷേത്രം എന്ന് പറയുന്ന മൈതാനത്ത് വെച്ച് നടത്തുവാനാണ് രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ചത്. കാരണം കുരുക്ഷേത്രത്തിൽ വെച്ച് ആര് മരിച്ചാലും അവർക്ക് മോക്ഷം കിട്ടുമെന്നാണ്. പുണ്യഭൂമിയാണ് കുരുക്ഷേത്രം. അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ജ്യോതിഷ പണ്ഡിതനായിരുന്ന സഹദേവനാണ് അതിന് മുഹൂർത്തം തീരുമാനിച്ചത്. ഇന്നത്തേപോലെ അങ്ങോട്ട് എന്തൊരു ബോംബിട്ട് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്യുന്നത്. മുഹൂർത്തം തീരുമാനിക്കും. കാരണം യുദ്ധം എന്ന് പറയുന്നത് ധർമ്മമാണെന്നാണ്. ക്ഷത്രിയരുടെ ധർമ്മമാണ് യുദ്ധമെന്ന്. അതുകൊണ്ട് യുദ്ധം എപ്പോൾ തുടങ്ങണം, അതിൽ മരിക്കുന്നവർക്കൊക്കെ മോക്ഷം കിട്ടണം, സ്വർഗപ്രാപ്തി ലഭിക്കണം.
അപ്പൊ ശുഭമുഹൂർത്തത്തിൽ യുദ്ധം ആരംഭിക്കണം. സഹദേവൻ ജ്യോതിഷ പണ്ഡിതനാണ്, പാണ്ഡവന്മാരിൽ സഹദേവൻ. ജ്യോതിഷ പണ്ഡിതനായ സഹദേവൻ യുദ്ധത്തിന്റെ മുഹൂർത്തം തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളിലും പാണ്ഡവന്മാരും കൗരവന്മാരും തങ്ങളുടെ പക്ഷത്ത് ചേരുവാൻ വേണ്ടി ചുറ്റിലുമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ എല്ലാം ക്ഷണിച്ചു. ദ്വാരകാധിപതിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ക്ഷണിക്കുവാൻ അർജുനനും ദുര്യോധനനും കൂടി ദ്വാരകയിലേക്ക് ചെന്നു. രണ്ടുപേരും ചെന്നത് ഒരേ സമയം. കൃഷ്ണൻ വിചാരിച്ചു, രണ്ടുപേരും ഒരേ സമയത്താണ് എന്നെ വിളിക്കാൻ വരുന്നത്. ആദ്യം ഒരാൾ വന്നിരുന്നുവെങ്കിൽ അവരോട് ചെല്ലാമെന്ന് പറയാമായിരുന്നു. രണ്ടാമത് വരുന്ന ആളിനോട് പറയാൻ ഞാൻ ഇന്ന ആളിനോട് പോകാമെന്ന് യുദ്ധത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ല, രണ്ടുപേരും ഒരേ സമയത്താണ് വരുന്നത്. അതുകൊണ്ടൊരു കപട നിദ്ര നടിച്ചിട്ട്, ഉറക്കം നടിച്ചിട്ട് ശ്രീകൃഷ്ണൻ കിടന്നു. തന്റെ തൽപ്പത്തിന്മേൽ കിടന്നു. രണ്ടുപേരും അവിടെ വന്നു. അർജുനൻ കൃഷ്ണന്റെ കാൽക്കൽ വന്ന് തൊഴുതുകൊണ്ട് അവിടെ നിന്നു. ദുര്യോധനൻ മഹാരാജാവാണല്ലോ, ചക്രവർത്തിയാണ്. മറ്റൊരു രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട്, കൃഷ്ണന്റെ അടുക്കൽ ചെന്നിട്ട് കാൽക്കൽ ചെന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നാണക്കേടാണ്. ദുര്യോധനൻ തലയ്ക്കൽ അവിടെ കിടന്നൊരു സിംഹാസനം അങ്ങോട്ട് നീക്കിയിട്ടിട്ട് കൃഷ്ണന്റെ തലയ്ക്കലിരുന്നു. കാലമ്മേ കാലൊക്കെ എടുത്ത് വെച്ച് അവിടെ എങ്ങനെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കൃഷ്ണൻ കണ്ണു തുറന്നു. കിടക്കുന്ന ഒരാള് കണ്ണു തുറന്നാൽ ആദ്യം കാണുന്നത് കാൽക്കൽ നിൽക്കുന്ന ആളിനെയാണ്. നോക്കിയപ്പോൾ അർജുനൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. ചോദിച്ചു, അർജുന, നീ അന്ന് ഇപ്പോൾ വന്നു, എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ എങ്ങനെ കാണാൻ വരില്ലല്ലോ. അർജുനൻ കൃഷ്ണനെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ജ്യേഷ്ഠനാണ്, ശത്രുവാണെങ്കിലും ജ്യേഷ്ഠനാണ് ദുര്യോധനൻ. ജ്യേഷ്ഠൻ തലക്കൽ ഇരിക്കുന്നുണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ താൻ അറിഞ്ഞു എന്ന ഭാവത്തിൽ കൃഷ്ണൻ ദുര്യോധനെ നോക്കി പറഞ്ഞു, രണ്ടുപേരും ഉണ്ടല്ലോ. രണ്ടുപേരും വന്ന ആവശ്യങ്ങൾ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു, യുദ്ധമുണ്ടാകുന്നു, അങ്ങേക്ക് അറിയാമല്ലോ. അത് അങ്ങയുടെ സഹായം ആവശ്യപ്പെട്ടാണ് ഞാൻ വന്നത്. ദുര്യോധനൻ പറഞ്ഞു. അർജുനനും അത് തന്നെ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഒരേ സമയം രണ്ടുപേരോടും ഒന്നിച്ചു വരുന്നത്? ഒരു കാര്യം ചെയ്യാം, എന്റെ എണ്ണമില്ലാത്ത സൈന്യങ്ങൾ മുഴുവനും ഞാൻ ഒരാളിന് തരാം. ഞാൻ ഒറ്റയ്ക്ക് ഒരാളിന്റെ കൂടെയും വരാം. നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ആരോട് വരണമെന്ന് തീരുമാനിക്കാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ വന്നാൽ ഞാൻ ആയുധമെടുക്കുകയുമില്ല, യുദ്ധം ചെയ്യുകയുമില്ല. ദുര്യോധനൻ ആലോചിച്ചു, അങ്ങനെ ഒരാളിനെ യുദ്ധത്തിൽ കിട്ടിയിട്ട് വല്ല ഫലവുമുണ്ടോ? ആളിന്റെ ജീവൻ രക്ഷിക്കുന്ന ജോലി കൂടി തങ്ങൾക്ക് വന്ന് ഭവിക്കും. അതുകൊണ്ട് അർജുനൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ദുര്യോധനൻകാരെ പറഞ്ഞു, അങ്ങയുടെ സൈന്യങ്ങളെ ഞങ്ങൾക്ക് തന്നാൽ മതി. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്നെയാണ് ഞാൻ ആദ്യം കണ്ടത്, കൊണ്ട് നിന്റെ ആവശ്യം കൂടി നീ പറ, എന്നിട്ട് ദുര്യോധനന്റെ ആവശ്യം ഞാൻ നിറവേറ്റാം. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് മാത്രം എന്റെ കൂടെ വന്നാൽ മതി. അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വന്നാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ അവിടെ വരികയേ ഉള്ളൂ, യുദ്ധം ചെയ്യില്ല. നിങ്ങൾക്ക് അതാണല്ലോ ആവശ്യം, യുദ്ധത്തിന് വേണ്ടിയല്ലേ എന്നെ ക്ഷണിക്കാനുള്ളത്. ഞാൻ യുദ്ധം ചെയ്യില്ല, ആയുധവും പിടിക്കില്ല, അതിലൊന്നും വിഷമമില്ല. അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. അങ്ങനെയാണ് കൃഷ്ണൻ അർജുനന്റെ പാണ്ഡവ പക്ഷത്ത് വന്ന് അർജുനന്റെ തേരാളിയായിട്ട് വന്നത്. യുദ്ധം തീരുമാനിച്ചു. ഇരുപക്ഷത്തും ഒരു ഭാഗത്ത് കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു ഭാഗത്ത് പാണ്ഡവന്മാരും ഒരു ഭാഗത്ത് കൗരവന്മാരും അണിനിരന്നു. യുദ്ധം തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അർജുനനൊരു ആഗ്രഹം, താൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യാനുള്ളത്, തന്റെ അമ്പുകൾക്കിരയായി തീരുന്നത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് കാണണം. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് എന്നെ ആ കുരുക്ഷേത്ര ഭൂമിയുടെ മധ്യത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. ഞാൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യാനുള്ളതെന്ന് എനിക്കൊന്ന് കാണണം, അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. കൃഷ്ണൻ പറഞ്ഞു, ശരി, നിന്റെ ഡ്രൈവറാണല്ലോ ഞാൻ, തേരാളിയല്ലേ. രഥമോടിക്കുന്ന ജോലി, അർജുനന്റെ രഥമോടിക്കൽ മാത്രമാണ്
ഈ യുദ്ധഭൂമിയിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക അല്ലെ, അതാണ് ഈ യുദ്ധഭൂമിയിൽ കൃഷ്ണന്റെ ജോലി എന്ന് പറയുന്നതാണ്. ഉടമസ്ഥൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കുകയാണ് ഡ്രൈവറുടെ ജോലി. കൃഷ്ണൻ പറഞ്ഞു, നിനക്കതാണ് ആഗ്രഹമെങ്കിൽ രഥം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷെ കൃഷ്ണൻ ദുര്യോധനന്റെ അടുക്കലേക്കോ ദുശാസനന്റെ അടുക്കലേക്കോ അല്ല രഥം കൊണ്ടുപോയത്. സർവസൈന്യാധിപരായി നിൽക്കുന്ന ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും ഒക്കെ അടുക്കലേക്കാണ് കൃഷ്ണൻ രഥം കൊണ്ടുപോയത്. അർജുനൻ നോക്കി, മുന്നിൽ നിൽക്കുന്നത് ഭീഷ്മ പിതാമഹനാണ്. ഭീഷ്മരോട് യുദ്ധം ചെയ്യാൻ അർജുനന് പ്രയാസമില്ല, ജയിക്കാൻ കഴിയും. പക്ഷേ വിദ്യയുടെ ആദ്യ പാഠങ്ങൾ തങ്ങൾക്ക് ഓതിത്തന്നത് ഈ ഭീഷ്മ പിതാമകനാണ്, തങ്ങളുടെ മുതുമുത്തച്ഛനാണ് ജേകം. യുദ്ധം നടക്കാൻ തീരുമാനിക്കുമ്പോഴും കൗരവന്മാരുടെ പക്ഷത്താണ് ഭീഷ്മ പിതാമകൻ നിൽക്കുന്നതെങ്കിലും പാണ്ഡവന്മാർ ആ യുദ്ധത്തിൽ ജയിക്കണം, ധർമ്മപുത്ര രാജാവായി തീരണം, ഇതാണ് ഭീഷ്മ പിതാമകന്റെ ആഗ്രഹം. അങ്ങനെയുള്ള ഭീഷ്മ പിതാമകനെ താൻ അദ്ദേഹത്തിന് നേരെ അസ്ത്രങ്ങൾ ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് ദ്രോണാചാര്യർ ഗുരുനാഥൻ തന്റെ മകനായ അശ്വത്ഥാമാവിന് പോലും ഉപദേശിച്ചു കൊടുക്കാത്ത അസ്ത്രവിദ്യകളും യുദ്ധതന്ത്രങ്ങളും എല്ലാം ദ്രോണാചാര്യർക്ക് അർജുനൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ മരണമുണ്ടാകുന്നുവെങ്കിൽ അത് തന്റെ പ്രിയ ശിഷ്യനായ അർജുനന്റെ ശരങ്ങളേറ്റായിരിക്കണമെന്ന് ചിന്തിച്ച് കഴിയുന്നവരാണ് ദ്രോണാചാര്യർ. അത് കഴിഞ്ഞിട്ട് നോക്കി, കൗരവന്മാർ 100 പേരും പാണ്ഡവന്മാർ 5 പേരും 105 പേർക്കുള്ള ഒരേ ഒരു സഹോദരി ദുശ്ശള. നമ്മുടെ ഹിന്ദു രീതി അനുസരിച്ച് നോക്കിയാൽ ഈ 105 ആണുങ്ങളും വിവാഹം കഴിക്കുമ്പോൾ താലി കെട്ടാൻ ചെന്ന് നിൽക്കാനുള്ളതാരാണ്? ഈ ദുശ്ശളയാണ്. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. ആ ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥനാണ് സൈന്യങ്ങളെ നയിച്ചുകൊണ്ട് നിൽക്കുന്നത്. തന്റെ ശരമേറ്റ് ജയദ്രഥൻ മരിക്കുകയാണെങ്കിൽ 105 സഹോദരന്മാരുടെ ഓമനപ്പെങ്ങളായ ദുശ്ശള വിധവയായി തീരും. ഇതൊക്കെ ചിന്തിച്ചപ്പോൾ അർജുനന് തന്റെ ശരീരം വിറച്ചു. യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാതായിട്ട് ഇങ്ങനൊരു യുദ്ധം വേണ്ട, അതിലൂടെ രാജ്യവും തനിക്ക് വേണ്ട. അർജുനൻ ചിന്തിച്ചു, കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ രഥം തിരിച്ചു പോകാം. അർജുനന്റെ ഗാണ്ഡീവം തേർത്തട്ടിൽ വീണു. അർജുനൻ മോഹാസ്യപ്പെട്ട് രഥത്തിന്റെ തട്ടിൽ ഇരുന്നു. ഈ സമയമാണ് കൃഷ്ണൻ അർജുനന്റെ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. പറഞ്ഞു, അർജുന, കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നിനക്കിവിടെ ചെയ്യാനുള്ളത്. ഈ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാക്കിയത് ഞാനാണ്. ശത്രുക്കളെയെല്ലാം നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവതാരം സ്വീകരിച്ചു വന്നത്. ശത്രുക്കളെ നിഗ്രഹിക്കണം, പക്ഷേ ഞാൻ ശപഥം ചെയ്തു പോയി. ഈ യുദ്ധത്തിൽ ഞാൻ ആയുധമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യില്ലെന്ന് ശപഥമെടുത്തു. അപ്പൊ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതാണ് നിന്റെ കർമ്മം, നിന്റെ കർത്തവ്യം അതാണ്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തേ മതിയാവുകയുള്ളൂ. നീ എന്തിനാണ് അതിന്റെ ഫലം നീ ആഗ്രഹിച്ചത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു, ഫലം ആഗ്രഹിക്കുവാൻ പാടില്ല. കദാചന, ഒരിക്കൽ പോലെ നീ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. നീ എന്ത് പ്രവർത്തികൾ ചെയ്യണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നുവോ അതേ പ്രവർത്തികൾ നീ ചെയ്യുക. അതിന്റെ ഫലം നീ ആഗ്രഹിക്കുവാനേ പാടില്ല. ഇപ്പോൾ ഈ ബന്ധുജനങ്ങളെയെല്ലാം കൊന്നാൽ പാപമുണ്ടാകും. പാപം എന്ന് പറയുന്നത് ഫലമായിട്ട് തനിക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണല്ലോ നിനക്ക് ഇപ്രകാരം ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞിട്ട് കർമ്മത്തെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചും എല്ലാം കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു കൊടുത്താണ്. ഞാൻ പറഞ്ഞത്, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുക മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വര നിശ്ചയമാണ്, പ്രീ പ്ലാൻഡ് ആണ്. അതൊക്കെ ഈശ്വരൻ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ അപ്പൊ അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും
ജന്മത്തിൽ നമ്മൾ ചെയ്ത ഒരു കർമ്മത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ 700 ശ്ലോകങ്ങളിലൂടെയും ഭഗവത്ഗീത 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ 17 അധ്യായങ്ങളും 18ാമത്തെ അധ്യായത്തിലെ 65 ശ്ലോകങ്ങളിലൂടെയും കർമ്മത്തെക്കുറിച്ചാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് 18ാം അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, സർവകർമാൻ പരിത്യജ്യ, നീ നിന്റെ കർമ്മങ്ങളെല്ലാം, ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും നീ പരിത്യജിക്കുക. പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ നീ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നല്ല, നീ ചെയ്തു തീർക്കുക. ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുമ്പോഴാണ് അതിനെ നമുക്ക് മറക്കാൻ കഴിയുന്നത്, ഉപേക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സർവകർമ്മങ്ങളെയും നീ ചെയ്തു തീർക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സകല പാപങ്ങളിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അർജുനന് കർമ്മങ്ങളെക്കുറിച്ച്, പ്രവർത്തികൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞുകൊടുത്ത് യുദ്ധത്തിൽ സന്നദ്ധനാക്കി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ ജന്മങ്ങൾ, മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ പാപങ്ങൾ പോലും ശിവരാത്രി വ്രതമനുഷ്ഠിച്ചാലില്ലാതെയാകുമെന്നാണ്. അപ്പൊ മുജ്ജന്മ പാപങ്ങളെല്ലാം ശിവരാത്രി വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതെയാകും. മാത്രമല്ല, ഭഗവാൻ മഹാദേവൻ കൊടും വിഷം പാനം ചെയ്ത് ആ സമയം പാർവതീദേവിയുടെ സ്നേഹമസൃണമായിട്ടുള്ള ആ സാമീപ്യമാണ് ഭഗവാൻ അനുഗ്രഹമായി തീർന്നത്. വിഷമോചനമുണ്ടാവുക ഭാര്യയുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ പെരുമാറ്റം ഭർത്താവിന് ആശ്വാസമായിരിക്കും. ഭർത്താവിന്റെ പ്രവർത്തികളിൽ, ഭർത്താവിന്റെ ജീവിതത്തിൽ ഭർത്താവിന് ഉന്നതിക്ക് കാരണമായി തീരും എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കാളകൂട വിഷം പോലെ വിഷലിപ്തമായ ചിന്തകൾ കലിയുഗത്തിൽ മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടാ. കൊടും വിഷത്തിനേക്കാൾ ശക്തിയുള്ള ദുർചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ കലിയുഗത്തിൽ കടന്നുകൂടാം. കലിയുഗത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഭാഗവതത്തിൽ അവസാനം ഉദ്ധവർ എന്ന് പറയുന്ന കൃഷ്ണന്റെ ഉത്തമനായ ഒരു ഭക്തനുണ്ട്. ആ ഭക്തന് ഏകാദശ സ്കന്ധത്തിൽ 12ാമത്തെ ഭാഗത്തെ സ്കന്ധത്തിൽ കൃഷ്ണൻ ഉദ്ധവർ 21 ചോദ്യങ്ങള്, തന്റെ സംശയങ്ങൾ 21 ചോദ്യങ്ങളായിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് അങ്ങനെ ആ 21 ചോദ്യങ്ങൾക്കും കൃഷ്ണൻ മറുപടി പറയുന്നു. അതിൽ പറയുന്നുണ്ട്, കലിയുഗത്തിൽ ഇന്നതൊക്കെ സംഭവിക്കാം. ദുഷിച്ച ചിന്തകൾ കൊടും വിഷമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടാം. ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, കുടുംബത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെയുള്ള ആ ദുർചിന്തകളെല്ലാം പരമശിവൻ തന്റെ ഗളത്തില് ആ കൊടും വിഷത്തെ നീലനിറമുള്ള രൂപമാക്കി മാറ്റിയതുപോലെ, നീലകണ്ഠനായി അങ്ങനെ ലോകത്തെ രക്ഷിച്ചതുപോലെ നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളെയെല്ലാം അകറ്റുന്നതിന് ശിവരാത്രി വ്രതവും ശിവരാത്രി ദിവസം കേൾക്കുന്ന കഥകളുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശിവരാത്രി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെതായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് സമയം 8:30 മണി വരെയാണ് പറഞ്ഞത്. 8 മണി ആയി. ഇനി കുട്ടികളുടെ പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ
കുട്ടികളുടെ പരിപാടിക്ക് തടസ്സമുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം, ഈ ചെറിയ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കി തന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ ഇത് സ്പോൺസർ ചെയ്ത ശ്രീ കുമ്മിൾ ദ്വാരകാ മന്ദിരത്തിൽ ശ്രീ ഗോപകുമാറിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ എനിക്ക് ഇവിടെ വരാൻ ഒരു അവസരം കിട്ടുന്നതിന് മുൻകൈ എടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുരേന്ദ്രൻ നായർ അവർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രഭാഷണം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇന്ന് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും തുടക്കവും ഒടുക്കവും ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് ഈശ്വര സ്തുതിയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ധവളവപുഷ്യമന്തോർമണ്ഡലേ സന്നിവിഷ്ടം ഭുജയവലയഹാരം പുഷ്പാർത്ഥാംഗമീശം ഹരിണപരശുപാണിം ചാരുചന്ദ്രാർത്ഥമൗലിം ഹൃദയകമലമധ്യേ സന്തതം ചിന്തയാമി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.